എറണാകുളം കാക്കനാട് ലഹരി മാഫിയയുടെയും ഗുണ്ടാസംഘങ്ങളുടെയും പിടിയിലായിട്ട് നാളുകളേറെ. നാട്ടുകാർ പലതവണ പരാതികൾ നൽകിയിട്ടും പോലീസ് അന്വേഷണം ഫലപ്രദമായി നടത്തുന്നില്ലെന്നാണ് ആരോപണം. ഗുണ്ടാസംഘങ്ങളുടെ ആക്രമണം പതിവായതോടെ പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളും IT മേഖലയിൽ ജോലി ചെയ്യുന്ന പല നാടുകളിൽ നിന്നുള്ളവരും വർഷങ്ങളായി സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് കാക്കനാടും തൃക്കാക്കരയിലും മറ്റും. രാത്രികാലങ്ങളിൽ തട്ടുകടകളും ഇവിടെ സജീവമാണ്. പലതവണ ഗുണ്ട ഏറ്റുമുട്ടലുകളും മയക്കുമരുന്ന് മാഫിയയുടെ ആക്രമണവും പതിവായതോടെ നാട്ടുകാർ തൃക്കാക്കര പോലീസിൽ പരാതി നൽകി. പോലീസ് പരാതി കാര്യമായി അന്വേഷിച്ചില്ലെന്ന് മാത്രമല്ല, നാട്ടുകാരുടെ പരാതി മയക്കുമരുന്ന് മാഫിയയെ അറിയിക്കുകയും ചെയ്തു. പോലീസിന് നല്ലതൊക്കെ പരാതി നമ്മൾ കൊടുക്കുമ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഇതിനകത്ത് വളരെ വലുതാണ്. എന്നെപ്പോലുള്ളവർക്ക് അങ്ങനെ പോലും പറയാൻ പറ്റില്ല. ചില ഒരാൾ അകത്ത് പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ഇറക്കാനുള്ള സംവിധാനത്തിലൂടെ എത്തുന്നതിന് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവരെ ഇറക്കിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് കാര്യങ്ങൾ, ഇപ്പോൾ അവരെ എതിർത്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ അവരെ ആക്രമിക്കുന്ന സംവിധാനത്തോട്ട് എത്തും. ഞാനിപ്പോൾ ഒരുപാട് നേരത്തെയൊക്കെ മയക്കുമരുന്ന് പ്രതികരിച്ചുകൊണ്ട് ഇവിടെ പരാതി കൊടുത്തതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വേറൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവർ തന്നെ ഇവരോട് പറയുക ഇന്ന ആൾക്കാരാണ് നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം NGO ക്വാർട്ടേഴ്സിന് സമീപം വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന യുവാക്കളെ ഗുണ്ടാസംഘം വളഞ്ഞിട്ട് ആക്രമിച്ചത്. സംഭവത്തിൽ പെരുമ്പാവൂരിലെ ഗുണ്ടാ നേതാവിന്റെ സഹായി ഉൾപ്പെടെ 3 പേരെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളെ പിടികൂടിയതറിഞ്ഞെത്തിയ നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചു. പ്രതികൾക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിന്റെ സഹായി കളമശ്ശേരി സ്വദേശി ഷെഫിൻ, പൂക്കാട്ടുപടി സ്വദേശി ഫഹദ്, കോഴിക്കോട് സ്വദേശി ബെന്നി എന്നിവരെയാണ് തൃക്കാക്കര പോലീസ് കോഴിക്കോട് നിന്ന് പിടികൂടിയത്. പ്രദേശത്ത് രാത്രികാലങ്ങളിലടക്കം പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കൊച്ചി.